അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു PYQ ആണ്. അതായത് മെയ് 18-ാം തീയതി നടന്ന ഒരു സെയിൽസ്മാൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 26ാമത്തെ ക്വസ്റ്റ്യൻ 25 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ദോവലാണ് കേട്ടോ. അജിത് ദോവലാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് പറയുന്നത്. 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാട്ടോ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭരണഘടനയുടെ 241 വകുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഏത് വകുപ്പാണ്? 243 വകുപ്പാണ്. 243 വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ എന്താണ് അത്? ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? സംസ്ഥാന നിയമസഭകളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിനെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ശരിയാണോ? അത് തെറ്റായ പ്രസ്താവനയാണ്. സംസ്ഥാന നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഓക്കെ, അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷേ സംസ്ഥാന നിയമസഭകളിലേക്ക് ആരാ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ സംസ്ഥാന നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടമൊക്കെ വഹിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ എന്താണ്? കറക്റ്റാണ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷേ ഇവിടെ സംസ്ഥാന നിയമസഭയും തന്നിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് തെറ്റാൻ കാരണം. മൂന്നാമത്തെ എന്താ പറയുന്നത്? ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവചിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലും രീതിയിലും അല്ലാതെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാലാവധിക്ക് മുമ്പായി ആ പദവിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അതെന്താ പറയുന്നത്? ഹൈക്കോടതി ജഡ്ജിക്ക് ഇന്ന രീതിയിലൊക്കെ മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിലല്ലാതെ ആരെ മാറ്റാൻ കഴിയില്ല എന്നാണ് പറയുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാലാവധിക്ക് മുമ്പായി ആ പദവിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 27 ഏതാ ആൻസർ? സി ആണ് കേട്ടോ വരുന്നത്. സി ആണേ. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത്. അതും ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ? കേരള സംസ്ഥാന സാക്ഷരതാ മിഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ? കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി. അപ്പോൾ കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി എന്ന് പറയുന്നത് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണെന്ന് പറയുന്നുണ്ട്. അത് ആരുടെ കീഴിലാണ്? കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി എന്നാണ് പറയുന്നത്. എന്താണ്? ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. അത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? സംസ്ഥാനത്ത് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനും വേണ്ടിയാണ് ഇത് രൂപീകൃതമായത്. അപ്പോൾ എന്തിനാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി രൂപീകൃതമായിട്ടുള്ളത്? സംസ്ഥാനത്ത് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് രൂപീകൃതമായിട്ടുള്ളത്? കേരള സംസ്ഥാന മിഷൻ അതോറിറ്റി രൂപീകൃതമായിട്ടുള്ളത്. അപ്പോൾ അതും ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ചെയർമാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. കാരണം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അല്ല സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ചെയർമാൻ, മുഖ്യമന്ത്രിയാണ് കേട്ടോ. കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ ആൻസർ ഡി ആണ്. ഇനി എന്താ? 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ആരാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്? സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന ഗവർണറാണ്. സംസ്ഥാന ഗവർണറാണ് കേട്ടോ. ഗവർണറാണേ. ആരെ നിയമിക്കുന്നത്? ഗവർണറാണ്. അപ്പോൾ അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കുവാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അപ്പോൾ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. പിന്നെന്താ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. കേരളത്തിൽ ഇതുവരെ 7 ധനകാര്യ കമ്മീഷനുകൾ നിലവിൽ വന്നിട്ടുണ്ട്. 7 ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ട്. അതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 2008 കേരള സംസ്ഥാന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് സ്ഥാപിതമായിട്ടുള്ളത്. അതായത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി നിയമം സ്ഥാപിതമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. കേരള സംസ്ഥാന തണ്ണീർത്തട
സംരക്ഷണ അതോറിറ്റിയാണ് കേട്ടോ. അതോറിറ്റി രൂപീകൃതമായിട്ടുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കേന്ദ്ര സർക്കാരിൻ്റെ പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള 2017 തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് എന്ത് രൂപീകൃതമായിട്ടുള്ളത്? കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി രൂപീകൃതമായിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതും എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. കാരണം കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ് കേട്ടോ. നമ്മുടെ മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നീട് എന്താ പറയുന്നത്? പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പ് ഡയറക്ടർ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പ് ഡയറക്ടർ, പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പ് ഡയറക്ടർ എന്ന് പറയുന്നത് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തെറ്റ് ഏതൊക്കെയാണ്? സി ആണ്. ഇനി 31ാമത്തെ ക്വസ്റ്റ്യനാണ് പറഞ്ഞിരിക്കുന്നത്. 31ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്, അത് PSCയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത്. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും സംസ്ഥാന ഗവർണർ ആണ് നിയമിക്കുന്നത്. ഗവർണർ അല്ലേ PSC അംഗങ്ങളെയൊക്കെ നിയമിക്കുന്ന, ചെയർമാനെ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. അപ്പോൾ അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തിന് കാലാവധി 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ പദവിയിൽ തുടരാവുന്നതാണ്. അതെന്താ? തെറ്റാണല്ലേ. PSC അംഗങ്ങൾക്ക് എത്ര വയസ്സിൽ? 6 വർഷമോ അല്ലെങ്കിൽ 62 വയസ്സ് വരെ കേട്ടോ. 6 വർഷമോ അല്ലെങ്കിൽ 62 വയസ്സ് വരെയാണ്. 6 വർഷം അല്ലെങ്കിൽ 62 വർഷം വരെയാണ്. പിന്നെ 65 വയസ്സ് എന്നുള്ളത് UPSC അംഗങ്ങളുടെ കാലാവധിയാണ് കേട്ടോ. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നുള്ളത് UPSC അംഗങ്ങളുടെ കാലാവധിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തെ കാലാവധിക്ക് മുമ്പായി പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ ഗവർണറുടെ ഉത്തരവിലൂടെ സാധിക്കുമെന്ന് ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതെന്താ? ശരിയാണോ? അതും തെറ്റായ പ്രസ്താവനയാണ്. കാരണം എന്താ? നമ്മൾ നിയമിക്കുന്നത് PSC അംഗങ്ങളെയൊക്കെ നിയമിക്കുന്ന ആരാന്ന് പറഞ്ഞു? ഗവർണറാണ്. പക്ഷെ അദ്ദേഹത്തിന് തന്നെ നീക്കം ചെയ്യാനുള്ള അധികാരമുണ്ടോ? ഇല്ല. നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണല്ലേ. നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 317 പ്രകാരമാണ് എന്ത് അംഗങ്ങളെയൊക്കെ PSC അംഗങ്ങളെയൊക്കെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 317 പ്രകാരമാണ് രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത്. അടുത്തത് 32ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. 32ാമത്തെ ക്വസ്റ്റ്യനാണ്. വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കേട്ടോ. വയോജന സംരക്ഷണം ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വയോജന ക്ഷേമത്തിനായി രാജ്യത്ത് ആദ്യമായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള വയോജന കമ്മീഷൻ ബിൽ കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. അതെന്താ? ശരിയായ പ്രസ്താവനയാണല്ലേ. അതായത് വയോജന ക്ഷേമത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ. കേരള സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ അടുത്ത് പറഞ്ഞു ജപ്പാൻ്റെ മാതൃകയിലൊക്കെ വയോജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ജപ്പാൻ്റെ മാതൃക എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു അല്ലേ. അതേപോലെ വയോജന ക്ഷേമത്തിന് വേണ്ടി ആദ്യ വയോജന കമ്മീഷൻ ബില്ല് അവതരിപ്പിച്ച് ബില്ല് കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ പിന്നെ എന്താ പറയുന്നത്? പ്രമേയ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം. ഗ്ലൂക്കോമീറ്റർ നൽകുന്നത് വയോമിത്രം പദ്ധതിയാണോ? അത് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. ആ പദ്ധതിയുടെ പേരെന്താണ്? ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയുടെ പേരാണ് വയോമധുരമാണ് കേട്ടോ. വയോമധുരം പദ്ധതിയാണ്. ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന ആർക്ക് നൽകുന്നു? വയോജനങ്ങൾക്ക് അല്ലേ. പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക്. പിന്നെ വയോമിത്രം പറയുന്നുണ്ട്. എന്താ ഈ വയോമിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വയോമിത്രം എന്ന് പറഞ്ഞാൽ ഈ സൗജന്യമായിട്ട് പാലിയേറ്റീവ് കെയർ നൽകുന്നുണ്ട്, അതുപോലെ മരുന്ന് നൽകുന്നുണ്ട്, അതുപോലെ സൗജന്യ ക്ലിനിക്കുകളൊക്കെ നൽകുന്നുണ്ട് അല്ലേ. അതാണ് വയോമിത്രം പദ്ധതി എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കലാണ് മന്ദഹാസം പദ്ധതിയിലൂടെ സാമൂഹ്യനീതി വകുപ്പ് ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നുണ്ട്. അതെന്താ? അത് ശരിയാണ് കേട്ടോ. അതും ശരിയാണ്. സൗജന്യമായിട്ട് എന്ത് നൽകുക? കൃത്രിമ ദന്തം നൽകുന്നതിനാണ് മന്ദഹാസം പദ്ധതിയിലാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ
പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരർക്കും ബ്രെയിൻ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദീപ്തി പദ്ധതി? ആർക്ക് വേണ്ടിയിട്ടുള്ള? കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ദീപ്തി പദ്ധതി എന്ന് പറഞ്ഞാൽ ആര് നടപ്പിലാക്കുന്നതാണ്? സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷരരും ബ്രെയിൻ സാക്ഷരത ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ദീപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ദീപ്തി എന്ന് പറഞ്ഞാൽ കാഴ്ച വെല്ലുവിളിയുമായി ബന്ധപ്പെട്ടതാണ്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? നിരക്ഷരായിട്ടുള്ള, അതായത് കണ്ണ് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തെന്താ? കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ ആശ്രിതർക്കായി, അപ്പോൾ ഇത് ശരിയാണ് കേട്ടോ, ഈ പ്രസ്താവന ശരിയാണ്. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരുടെ ആശ്രിതർക്ക് കേരള സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ എന്ന് പറയുന്നു. അതെന്താണ്? അത് തെറ്റായ പ്രസ്താവനയാണ്. സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതി എന്താണ്? നവജീവൻ എന്ന് പറയുന്നത് സ്വയം തൊഴിൽ പദ്ധതിയാണ്. അത് ശരിയാണ് കേട്ടോ. നവജീവൻ എന്ന് പറയുന്നത് ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ കുറ്റകൃത്യം ഇരയാവർക്കുള്ളതല്ല. അത് 50നും 65നും വയസ്സിൽ ഇടയുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ് നവജീവൻ എന്ന പദ്ധതി. അതൊരു സ്വയം തൊഴിൽ പദ്ധതിയാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് ഒരു സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് നവജീവൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ കുറ്റകൃത്യം ഇരയാർക്കുള്ളതും ഒരു പദ്ധതിയുണ്ട്. അതെന്താ? അത് ജീവനം പദ്ധതിയാണ് കേട്ടോ. ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കുറ്റകൃത്യത്തിൽപ്പെട്ടവർക്കൊക്കെ ഇരയായവർക്കൊക്കെ ഉള്ളത് എന്താണ്? ജീവനം പദ്ധതിയാണ്. പക്ഷേ നവജീവൻ എന്ന് പറഞ്ഞാൽ അതൊരു മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. അടുത്ത പോയിന്റ്, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പരിരക്ഷാ പദ്ധതിയുടെ ലക്ഷ്യം 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അശരണരായ വിധവകൾക്ക് സംരക്ഷണവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉറപ്പാക്കുക എന്നതാണ്. അതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. എന്താണ് പരിരക്ഷാ പദ്ധതിയുടെ ലക്ഷ്യം എന്താ? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പരിരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താ ശരിയായത്? ഏത് മാത്രമേ ഉള്ളൂ? ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ബി മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത്, കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാ? ഇരവിക്കുളം ദേശീയോദ്യാനമാണ് അല്ലേ? കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവിക്കുളം ദേശീയോദ്യാനമാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, കോശം കണ്ടുപിടിച്ചതാരെ? കോശം കണ്ടുപിടിച്ചതാരാണ്? റോബർട്ട് ഹുക്ക്. ഒരു ഹുക്ക് ഇട്ടിട്ട് കോശം എടുത്തു അല്ലേ? ഒരു ഹുക്ക് ഇട്ടിട്ട് കോശം കണ്ടുപിടിച്ചതാരാണ്? റോബർട്ട് ഹുക്ക്. ഹുക്ക് ഇട്ടിട്ട് കോശം എടുത്തു. പഴയ ഈച്ച എന്നറിയപ്പെടുന്ന ഏതാ? പഴയ ഈച്ച എന്നറിയപ്പെടുന്നത് ഏതാ? ട്രോസോഫില്ലയാണ് കേട്ടോ. ട്രോസോഫില്ല എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ബി ആണ്, ട്രോസോഫില്ല. ട്രോസോഫില്ല എന്ന് പറയുന്നത് പഴയ ഈച്ച എന്നറിയപ്പെടുന്നത് ട്രോസോഫില. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാം അല്ലേ? പഴകിയ ഡ്രസ്സിലൊക്കെ എന്ത് വന്നിരിക്കും? ഡ്രോസാകുമ്പോൾ ഒരു ഡ്രസ്സ് എന്നൊക്കെ വരുന്നില്ല. അപ്പോൾ പഴകിയ ഡ്രസ്സിലൊക്കെ എന്ത് വന്നിരിക്കും? ഈച്ച വന്നിരിക്കില്ലേ? അപ്പോൾ പഴയ ഈച്ച, പഴകിയ ഈച്ച, പഴയ ഈച്ച, ഡ്രോസോഫില. പഴയ ഈച്ച എന്നറിയപ്പെടുന്നത് ഡ്രോസോഫില. 37ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേഫിസ് ആണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ, ലോക ഡയബറ്റീസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക ഡയബറ്റീസ് ദിനം നവംബർ 14. 39ാമത്തെ ക്വസ്റ്റ്യൻ, നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വിറ്റാമിൻ ഏതാ? നാരങ്ങ, നെല്ലിക്കയിലൊക്കെ കാണുന്ന വിറ്റാമിൻ സി ആണല്ലേ. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, ഈ അടുത്ത ദിവസങ്ങൾ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി. ഇതൊക്കെ റീസെൻ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് റീസെൻ്റ് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 40ാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ ഏതാ? എ ആണ് കേട്ടോ ആൻസറും. റേയ ഒഡിങ്ങ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കേട്ടോ. റയ ഒഡിങ്ങ ഈ അടുത്ത ദിവസങ്ങൾ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി റയ ഒഡിങ്ങ. ഇനി അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്ന വർഷം, അടുത്ത ലോകകപ്പ് അതായത് ഇപ്പോഴത്തെ ലോകകപ്പ് തന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ ഇതിലുള്ള ആൻസർ നമുക്ക് കൊടുക്കാം 2026. വേറെ ഇപ്പോൾ ഇനി ആൻസർ ഇല്ലല്ലോ. അപ്പോൾ ആൻസർസ് 2026 കൊടുക്കാം. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് ഏകദേശം 840 കിലോ ജൂളാണ്. ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്? എത്ര കലോറിക്ക് തുല്യമായിരിക്കും? എത്ര കലോറിക്ക് തുല്യമായിരിക്കും?
200 ട്ടോ. ആൻസർ എന്താണ്? സി ആണ്. 200 കലോറിക്ക് തുല്യമായിരിക്കും എന്തെന്ന് പറയുന്നത്? ഒരു പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് ഏകദേശം 840 കിലോ ജൂൾ വരെ വരും. അത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും എന്ന് ചോദിച്ചാൽ 200 കലോറിക്ക് തുല്യമായിരിക്കും. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, 20 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിൻ്റെ പവർ എന്തായിരിക്കും? എത്രയായിരിക്കും? അത് നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കുകയാണല്ലേ. ആൻസർ ബി ആണ് കേട്ടോ. -5D ആണ്. -5D ആണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? ശരിയായത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ശബ്ദവും പ്രകാശവും വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? അത് തെറ്റാണല്ലേ. ശബ്ദവും പ്രകാശവും വൈദ്യുതകാന്തിക തരംഗങ്ങളൊന്നുമല്ല. പിന്നെ ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ്. ശബ്ദം എന്താണ്? അനുദൈർഘ്യ തരംഗമാണ്. അപ്പോൾ അതെന്താണ്? ശരിയാണ്. പ്രകാശം എന്ന് പറയുന്നത് അനുപ്രസ്ഥ തരംഗമാണ്. അതെന്താണ്? ശരിയാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടുള്ള അല്ലേ പ്രകാശം അനുദൈർഘ്യം. അതപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞു. അത് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതെന്തായാലും തെറ്റാണ്. ഇനി അടുത്തത് പ്രകാശം വൈദ്യുത കാന്തിക തരംഗമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്? പ്രകാശം എന്ന് പറയുന്നൊരു പ്രകാശം എന്ന് പറയുന്നൊരു വൈദ്യുത കാന്തിക തരംഗമാണ്. വൈദ്യുത കാന്തിക തരംഗമാണ് പ്രകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഏതാ ആൻസർ വരുന്നത്? 2ഉം 4ഉം വരുന്നത് ബി ആണ് വരുന്നത്. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശരിയായത് കണ്ടെത്താൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് 2025 ഏപ്രിൽ 6 പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 2025 ഏപ്രിൽ 6 ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ്? വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പുതിയ പാമ്പൻ പാലം. അതിൻ്റെ നീളം 2.07 കിലോമീറ്റർ ആണ്. 2.07 കിലോമീറ്റർ ആണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഏത് ആൻസർ വരിക? ബി ആണ് കേട്ടോ. ബി ആണ് ആൻസർ വരിക. 46ാമത്തെ ക്വസ്റ്റ്യൻ, 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ആരാണ്? നമ്മുടെ ഇന്ത്യയാണ് അല്ലേ. 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 47ാമത്തെ ക്വസ്റ്റ്യൻ, എസ് ടി പിയിൽ 1 മോൾ ഹൈഡ്രജൻ്റെ വ്യാപ്തം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? 22.4 ലിറ്റർ ആണ് കേട്ടോ. 22.4 ലിറ്റർ ആണ് എസ് ടി പിയിൽ 1 മോൾ ഹൈഡ്രജൻ്റെ വ്യാപ്തി. എത്രയാണ്? 22.4 ലിറ്റർ ആണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ, കപട സംക്രമണ മൂലകം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. കപട സംക്രമണ മൂലകം ഏതാ? സിങ്ക് ആണ് കേട്ടോ. സിങ്ക് ആണ് എന്ത്? കപട സംക്രമണ മൂലകം എന്നറിയപ്പെടുന്ന ഏതാണ്? സിങ്ക് എന്ന്. കപട സംക്രമണ മൂലകം ഏതാണ്? സിങ്ക് ആണ്. സിങ്ക്. 49ാമത്തെ ക്വസ്റ്റ്യൻ, കലാമിൻ ഏത് ലോകത്തിൻ്റെ അയിരാണ്? കലാമിൻ എന്ന് പറയുന്നത് എന്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ് അല്ലേ. കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ, ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23 കേട്ടോ. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. അപ്പോൾ നമ്മൾ ഒരു 25 ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. നമുക്ക് അടുത്ത പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം.